നമസ്കാരം. ഹോർമോസ് അത്ര ശാന്തമായിട്ടില്ല. യുദ്ധഭീതി ഇരമ്പുന്ന ഒരു കാലാവസ്ഥ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ കനലുകൾ ഒതുങ്ങുന്നുമില്ല. ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൻ ശക്തികൾ തമ്മിൽ ഒപ്പുവെക്കുന്ന സമാധാന കരാറുകൾ. ആ കരാറുകൾ വെറും കടലാസ കഷ്ണങ്ങളായി മാത്രം മാറുന്ന കാഴ്ച. ലോകരാജ്യങ്ങളെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ ഇത് എന്ന് പോലും ചോദിപ്പിക്കുന്ന വിധത്തിൽ പുതിയ അക്രമങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ ചർച്ചകൾക്കൊടുവിൽ രൂപം നൽകിയിട്ടുള്ള 60 ദിവസത്തെ സമാധാന കരാറിന്റെ മഷി ഉണങ്ങും മുമ്പ് ഹോർമൂസ് കടലിടുക്കിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചരക്ക് കപ്പലിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്ന വാർത്തയാണ് അവസാന മണിക്കൂറുകളിൽ വരുന്നത്. ഒമാൻ തീരത്തുണ്ടായ ഈ സ്ഫോടനം കേവലം ഒരു കപ്പലിന് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് ലോക വ്യാപാരത്തിന്റെ നെടുന്തൂണായ ഒരു കപ്പൽപാതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കപ്പൽപാത എങ്ങനെയാണ് ലോക ജീവിതത്തെ, നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെയൊക്കെ അടുക്കളയിൽ എങ്ങനെയാണ് അത് ബാധിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളത് അനുഭവസ്ഥരാണ്. ഭാഗ്യത്തിന് ഈ ആക്രമണത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ഒരൊറ്റ സ്ഫോടനം തകർത്ത് കളഞ്ഞത് മരണത്തെ മുഖാമുഖം കണ്ട് ഭീതിയോടെ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം വരുന്ന നാവികർ. അവരെ സുരക്ഷിതമായി പുറം ലോകത്തെത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ തുടങ്ങി വെച്ചിട്ടുള്ള വൻ രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ ഒരൊറ്റ ആക്രമണത്തോടെ പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ചർച്ചകളും സുരക്ഷാ കരാറുകളും ഒക്കെ പുരോഗമിക്കുന്ന ഒരു സമയമാണ്. ചില ഉപരോധങ്ങളിലൊക്കെ ഇളവ് വരുത്തി കപ്പൽ ഗതാഗതം സാധാരണഗതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് വാസ്തവമാണ്. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് തള്ളുന്നുണ്ടെങ്കിലും ട്രംപ് വിജയിക്കുന്നു അല്ലെങ്കിൽ ട്രംപാണ് വിജയിക്കുന്നത് എന്ന മട്ടിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് എല്ലാ ചർച്ചകളെയും അട്ടിമറിച്ചുകൊണ്ട് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇതോടെ ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക സുരക്ഷിത പാതയുണ്ട്. ആ പാതകളിലൂടെ പോകുന്ന കപ്പലിന് ഒന്നും സംഭവിക്കില്ല. എന്നാൽ ആ സുരക്ഷിത പാതകളിലൂടെ അല്ലാതെ പോകുന്ന ഒരു കപ്പലിന്റെ സുരക്ഷയ്ക്ക് തങ്ങൾ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പേർഷ്യൻ ഗൾഫ് അതോറിറ്റി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിലെ വ്യവസ്ഥകളിൽ ഒരു കൃത്യതയും ഇല്ല എന്നും ഇൻഷുറൻസ് കമ്പനികൾ പോലും വലിയ ആശങ്കയിലാണ് എന്നുമാണ് അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധത്തിന് തൊട്ടു മുമ്പ് വരെ ദിവസം 100-ലധികം കപ്പലുകൾ പോയിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. വമ്പൻ സ്രാവുകളാണ് കടലാസുകളിൽ ഒപ്പിടുന്നത്, കരാറുകളിൽ ഒപ്പിടുന്നത്. നമുക്കറിയാം, ഇറാൻ ഒരു ചെറിയ രാജ്യമായിട്ടാണ് കണക്കുകൂട്ടിയെങ്കിലും ഒരു വലിയ രാജ്യമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള അവർ ഉൾപ്പെടുന്ന കരാറുകൾക്കൊന്നും ഈ പേർഷ്യൻ കടലിൽ അല്ല, ഹോർമൂസ് കടലിലെ സാധാരണക്കാരായ നാവികരുടെ ജീവന് കാവലാകാൻ കഴിയില്ല എന്ന് ഈ ചോരക്കളി വീണ്ടും തെളിയിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഓരോ പുതിയ നീക്കവും ആഗോള വിപണിയെയും ഇന്ധന വിലയെയും വരെ ബാധിക്കുന്ന ഒന്നാണ്. നമുക്കറിയാമത്. കടലാസിലെ സമാധാനം കടലിൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ കപ്പലും കടുത്ത ഭീതിയോടെ കടന്നു പോകുന്നത്. ഇപ്പോ ഈ കടൽപാത താണ്ടി കടന്നു പോകാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യൻ കടലിടുക്കുകൾ വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ ലോകം. കാരണം ഇത്തരത്തിൽ തർക്കപ്പെടുമ്പോൾ, ആക്രമണം നടക്കുമ്പോൾ അതല്ലാതെ മറ്റെന്താണ് ചിന്തിക്കാൻ പറ്റുന്നത്? Different angles. Don't forget to subscribe and support this channel.